ഈ കഥ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത ഒരു പ്രണയത്തിന്റെ കഥയാണ്. ഞാനും അവളും, സ്നേഹ. ഞങ്ങൾ ഒരേ ഓഫീസിൽ ജോലി ചെയ്തു. ആദ്യമായി കണ്ടപ്പോൾ അവൾ സാധാരണ പെൺകുട്ടി. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഒരു സത്യസന്ധതയുണ്ടായിരുന്നു. അവൾ എപ്പോഴും എന്നോട് ഫ്രണ്ട്ലി ആയിരുന്നു. അനൂപ്, ലഞ്ച് കഴിച്ചോ? ഇല്ല. വാ, ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. പക്ഷേ എന്റെ ഹൃദയം മറ്റൊരാളിലായിരുന്നു. ഓഫീസിലെ തന്നെ മറ്റൊരു പെൺകുട്ടി, ദിയ. ഞാൻ അവളെ സ്നേഹിച്ചു. എല്ലാം സ്നേഹ അറിയുമായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ സ്നേഹയോട് പറഞ്ഞു, ഞാൻ ദിയയോട് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് ചിരിച്ചു. ഗുഡ് ലക്ക്. പക്ഷേ ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. ഞാൻ ദിയയോട് പ്രപ്പോസ് ചെയ്തു. പക്ഷേ അവൾ എന്നെ റിജക്റ്റ് ചെയ്തു. എന്റെ ലോകം തകർന്നു. ആ സമയത്ത് എന്റെ കൂടെ നിന്നത് സ്നേഹ മാത്രമാണ്. അനൂപ്, എല്ലാം ശരിയാകും. അവൾ എന്നെ ആശ്വസിപ്പിച്ചു, എന്നെ ചിരിപ്പിച്ചു. ദിവസങ്ങൾ കടന്നു. ഞാൻ സ്ലോലി മൂവ് ഓൺ ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, സ്നേഹയില്ലാതെ എന്റെ ജീവിതം ശൂന്യമാണ്. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, സ്നേഹ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ ഷോക്ക്ഡായി. നീ എന്താണ് പറയുന്നത്? എനിക്കിപ്പോൾ മനസ്സിലായി നീ എനിക്ക് എത്ര ഇമ്പോർട്ടന്റാണ്. അവൾ കണ്ണുകളിൽ കണ്ണീർ കൊണ്ട് ചിരിച്ചു. ഇത് ലേറ്റാണ് അനൂപ്. എന്തുകൊണ്ട്? അവൾ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം അവൾ ഓഫീസിൽ വന്നില്ല. ഞാൻ കോൾ ചെയ്തു, റെസ്പോൺസില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു വാർത്ത കിട്ടി. സ്നേഹ ഹോസ്പിറ്റലിലാണ്. ഞാൻ ഉടനെ അവിടെ പോയി. അവൾ ബെഡിൽ കിടക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഡോക്ടർ പറഞ്ഞു, അവൾക്ക് സീരിയസ് ഇൽനെസ്സാണ്. എന്റെ ഹൃദയം തകർന്നു. അവൾ എപ്പോഴാണ് അറിഞ്ഞത്? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്. ഞാൻ ഷോക്കായി. അവൾ എല്ലാം അറിഞ്ഞിട്ടും എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. എന്തുകൊണ്ട് പറഞ്ഞില്ല? അവൾ മന്ദമായി ചിരിച്ചു. നിന്റെ സന്തോഷം കണ്ടാൽ എനിക്ക് വേദന മറക്കാൻ കഴിയുമായിരുന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നു. അവൾ എന്റെ കൈ പിടിച്ചു. എനിക്കറിയാം, എന്നാൽ എനിക്കിനി സമയമില്ല. ഞാൻ കരഞ്ഞു. ഇല്ല, നീ എന്നെ വിട്ടുപോകാൻ പാടില്ല. അവൾ ചിരിച്ചു. ചില പ്രണയങ്ങൾ അവസാനം കാണാൻ കഴിയില്ല. അവൾ കണ്ണുകൾ അടച്ചു. എന്റെ ജീവിതം ശൂന്യമായി. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക്. പക്ഷേ ഓരോ ദിവസവും ഞാൻ അവളെ ഓർക്കും. കാരണം അവൾ